പള്ളിയില് എന്താ ഹിന്ദി മത്സരമുണ്ട്. അപ്പൊ ഞങ്ങള് ടൗൺ ബോൾ സെക്കൻഡ് യൂണിറ്റും അവരെ പങ്കെടുക്കാൻ വേണ്ടി പെയിന്റിംഗ് ആണ്. ഹിന്ദിയിലെ പപ്പയ്യ എന്ത് പറിക്കത് പഴുക്കാൻ നിർത്തിയോ? ഓ പഴുക്കണ പഴുക്കണ പച്ചക്കറി ഉണ്ടാവൂലേ? കറി ഉണ്ടാകാൻ പഠിച്ചല്ല നമുക്ക് വേഗം മനസ്സിലാവാറുണ്ട്. ഇപ്പൊ മേരിക്ക് സ്പീഡ് കൂടി പ്രാക്ടീസ് ആയില്ല നമുക്ക് ചെയ്യണില്ല. മേരിക്ക് ദേഷ്യം തുടങ്ങി. അതെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇത്ര പറ്റാണല്ലോ. ഇത്ര പറ്റില്ല. ഇപ്പൊ വയസ്സായി പഠിക്കാൻ നല്ല ബുദ്ധിമുട്ട്. വേറൊക്കെ വന്ന് ഇങ്ങനെ മലയാളം പഠിച്ചിട്ട് പോകണം. നമ്മുടെ പിള്ളേര് ഇച്ചിരി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മലയാളമേ ഇല്ല. കാറ്റ് മാത്രമേ ഉള്ളൂ. മലയാളം പഠിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ശരിക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഷ മലയാളം തന്നെയാണ്. വരില്ല. എന്റെ പേരക്കുട്ടി മലയാളത്തെ നിങ്ങളൊക്കെ ഭാഷ അത് എന്താ ഖാലി പാത്രത്തില് മെറ്റിലിട്ടിട്ട് കറ ചെയ്യുന്ന പോലെ എന്താ പറയാ? മനസ്സിലായ? എന്റെ പേരക്കുട്ടിയോടെ സുഖമാണോ എന്ന് പറയാൻ പഠിപ്പിച്ചിട്ട് കൊച്ചു സുഖമാണോ എന്ന് പറയുന്നത് കൊച്ചിന് മര്യാദക്ക് വർത്താനം പറയാറായിട്ടില്ല. പറയണ കേൾക്കാൻ നല്ല രസമുണ്ട്. കൊച്ചിന് ഒരു ഭാഷ പറയാറായിട്ടില്ല. പുറത്തുള്ളവരായാലും കുറച്ച് മലയാളം പഠിച്ചിരിക്കണം. ഞാനാണെങ്കിൽ മലയാളം പഠിച്ചെന്നെ വിചാരിക്കുക. ഇവരുള്ള കംപ്ലൈന്റ് എന്താ ചെയ്യാ? എങ്ങനെ പഠിച്ചത്? ഇവരൊക്കെ കംപ്ലൈന്റ് ഇതെന്റെ ഭാഗ്യല്ല എത്ര പറഞ്ഞത്. അതപ്പൊ കൊച്ചുപോൾ അവിടെ മലയാളം പറയാറില്ലേ വീട്ടില്? മലയാളം ഉള്ളൂ ഞങ്ങൾ പറയുന്നത്. വേറെ ഒന്നും പറയില്ല. ഇംഗ്ലീഷ് പറഞ്ഞ പോയി ആദ്യം മാറ്റം ഇംഗ്ലീഷ്. രണ്ട് കുട്ടികളാവാൻ വരെ സ്റ്റോറി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ലവ് സ്റ്റോറി? നിങ്ങൾ രണ്ട് കുട്ടികളാവാൻ വരെ ഇംഗ്ലീഷ് അതൊക്കെയാണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൂടുന്ന സാധനങ്ങള്. എങ്ങനെ ഞാനിങ്ങനെ മലയാളിയായി? അങ്ങനെ മലയാളിയായി ഞാനിങ്ങനെ മലയാളിയായി. അങ്ങനെ പറഞ്ഞിട്ടായി. അപ്പൊ അങ്ങനെ ഞാൻ മലയാളിയായി പോയി. അത് ഭയങ്കര ഷോർട്ടായി പോയിട്ടാ സ്റ്റോറി. അത് പറഞ്ഞപ്പോ അതിനൊരു ഇമ്പം വേണം. കൊച്ചുപോളാണ് പഠിപ്പിക്കാൻ വന്നപ്പോ ഞാൻ മലയാളി. മലയാളം പഠിപ്പിക്കാൻ വന്നു. അപ്പൊ മലയാളം പഠിപ്പിക്കാനല്ലല്ലോ വന്നത് അവിടെ. ഞാനൊരു സെറ്റ് ഉണ്ടായില്ലേ ഇത്ര കേരള എവിടെയാ? പിന്നെ നാഗാലാൻഡ് സ്ഥലം സിനിമ ഉണ്ടല്ലോ. അത് സ്റ്റൈലിലൊക്കെ ഞാൻ റീൽസിലിട്ടുണ്ട്. അത് പറയാനാ പറഞ്ഞത്. എങ്ങനെ കിസ്തരമില്ലേ രഹസ്യമില്ലേ അത് പറയും. അത് പഠിപ്പിക്കാൻ വന്നു. അവിടെ കഴിഞ്ഞു. പഠിപ്പിക്കാൻ വന്നു ഞങ്ങൾക്ക് മനസ്സിലായി. ബാക്കി പറയൂ. എന്തൊക്കെ പഠിപ്പിച്ചു? ഇത് ഇതിന് ഞാൻ മലയാളിയായി. ഭാഗ്യത്തിന് മലയാളി ബംഗാളിലെ അങ്ങനെയല്ല. പാക്കിയാൻ പറഞ്ഞില്ല ഞാൻ. പാക്കി നിങ്ങള് പാക്കി പറയാൻ പറഞ്ഞില്ലേ? ബാക്കി നിങ്ങളുടെ ഇംഗ്ലീഷ് വ്യത്യാസം ഉണ്ടെന്നോ അല്ലേ? ഇംഗ്ലീഷ് വ്യത്യാസം അവരിങ്ങനെ പ്രൊനൗൺസ് ചെയ്യണതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് വ്യത്യാസം അറിയാവോ? എനിക്കറിയില്ല.
അല്ല മേരി ചേച്ചി എവിടെയായിരുന്നു ശരിക്കും? ശരിക്കും ഞാൻ അവിടെയായിരുന്നു. അല്ല അങ്ങനെയല്ല, സ്കൂളിന്റെ അടുത്ത് തന്നെയായിരുന്നാ? ഞാനും കുട്ടികളെ പഠിപ്പിക്കായിരുന്നു. അങ്ങനെ പറ. ഒരുമിച്ച് പഠിപ്പിച്ചു. കുട്ടികളൊന്നും പഠിച്ചില്ല, മലയാളം പഠിപ്പിച്ചു. അങ്ങനെയായി പോന്നു. മേരിക്ക് തോന്നുന്നുണ്ട് വേറെ എന്തോ ആൾക്കാരുണ്ടാവും. ഏത് സ്ഥലം മേരി നല്ലത്? രണ്ടും സേമാണ്. അവര് നല്ല ഹില്ലി. രണ്ടെണ്ണം വേണോ അതിന്? ഇത് ഉണങ്ങുമ്പോ ആ പാടുകൾ വരും ഉണ്ടാക്കിയ. അപ്പൊ ഇത് ഓൾറെഡി
രണ്ടുകൂടെ. അതുപോലെ 4 3 അടിക്കാം അല്ലേ ചുട്ടുമ്പോൾ. ഇരുന്ന് പോയില്ലോ ബ്രൗൺ അല്ലേ? അതെ മേരി, സ്ട്രോബെറിയുടെ എല്ലാം റൗണ്ട് റൗണ്ട് ആണ്. സ്ട്രോബെറി ഉണ്ടാവണ അതിന്റെ മൂട്ടിലുണ്ടാവില്ലേ? ആ അതെ 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 അതെ. ഇതാണ് സെന്റ് ജോൺ പോൾ സെക്കൻഡ് യൂണിറ്റിന്റെ. ഇത് 5. ഇടവകയുടെ വികാരിയച്ഛൻ ഇതാണ് 6. കത്തിച്ചൊലിക്കുന്ന എടുക്കാം. മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം മോശയെ വിളിച്ചിട്ട് ഇത് ഭംഗിണ്ടാ ഇപ്രകാരം അല്ലേ? ദശാബ്ദങ്ങളായുള്ള എൻ്റെ ജനത്തിന്റെ നിലവിളി എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. മോശയെ തമ്പുരാൻ വിളിച്ചതിന്റെ പിന്നില് കാരണമായിട്ട് സങ്കടങ്ങൾക്ക് ഉത്തരവാദി അച്ഛൻ്റെ കുടുംബത്തിന്റെ ഇടവകയ്ക്കും ഇത് അഭിമാന സഭയിലെ 622ാമത്തെ വൈദിക സൗഖ്യ തീർച്ചയായിട്ടും അത് ഇടവക സമൂഹത്തിൻ്റെ അവർ കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുകയായിരുന്നു. ഒത്തിരി മനോഹരമായ രീതിയിൽ അവർ ഇത് അനുകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ക്രമീകരണങ്ങൾ എല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത് ഇടവക ജനങ്ങളെല്ലാവരുടെയും എല്ലാവരുടെ സഹകരണത്തോടു കൂടിയിട്ട് കേന്ദ്രസമിതിയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. കൈക്കാരന്മാരും ഇവിടുത്തെ പ്രതിനിധികളും ദിവസങ്ങളെല്ലാവരും പല വിധത്തിൽ ഇതിൻ്റെ പള്ളിമേടയുടെ അടിയിലുള്ള കോൺഫറൻസ് ഹാളിലാണ് വൈദികർക്കും സമർപ്പിതർക്കുമുള്ള ഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത് പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ചിട്ടാണ്. അവിടെ എല്ലാവരും അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. എല്ലാവരും മയൽ ഉണ്ടാക്കിയല്ലേ ഇത്? അയ്യോ ആരോ നന്നായിട്ടുണ്ടല്ലേ? ആ നല്ല ഭംഗിയുണ്ട്. ഇരിക്കാം.
ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന ബോധ്യം എനിക്ക് നൽകിയത് ജീവിതം തീരുമാനപ്രദമായി തീരുവാൻ അങ്ങേ ഈ തിരുപ്പട ശുശ്രൂഷയിൽ ആചരികനായിരുന്ന വിൻസെന്റ് സഭയുടെയും സഭയുടെ നാളത്തിനായി പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു നിയോഗമായി ഈ നിമിഷം ഓർക്കുന്നു. അച്ഛൻ്റെ ആത്മീയ ഉണർവ് നൽകുന്ന ഉപദേശങ്ങളും ദൈവത്തിന്റെ പ്രോത്സാഹനങ്ങളും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ഈ സാന്നിധ്യത്തിന് ഒപ്പം ജനറൽ കൗൺസിലേഴ്സ് ആയിട്ടുള്ള എല്ലാ അച്ഛന്മാരെയും